അസ്സാം വലൈക്കും, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്നാക്കുമായിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. ഇതൊരു പുയാപ്പള സൽക്കാരത്തിനൊക്കെ മെയിനായിട്ട് സെർവ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മാഹിയിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഈ ഒരു സാധനം ഇല്ല. പേരെന്ന് പറയുന്നത് നരിപ്പടമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നരിപ്പടം എന്ന് പറയുന്നത് ഒരുപാട് തവണ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്നോ ശരിക്കും അറിയില്ലായിരുന്നു. അത് തിന്ന് നോക്കിയതും അതിൻ്റെ ആ ഒരു എന്താ പറയുക കണ്ടതും ഒക്കെ ഒരു മത്സരത്തിൽ വെച്ചിട്ടാണ് കണ്ടത്. കണ്ണൂർ ക്യാപിറ്റൽ മാളിലൊരു മത്സരം ഉണ്ടായിരുന്നു ഒരു 2 കൊല്ലം മുമ്പ്. ഇപ്പോഴും അവരത് നടത്തുന്നുണ്ട് കൊല്ലത്തിൽ. ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം അതിൽ ഒരു സ്നാക്സിൻ്റെ മലബാർ സ്നാക്ക് റൗണ്ടിൽ അങ്ങനെ ഞാനും അങ്ങനെ അറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, സ്നാക്സ് ഞാനും ഉമ്മയൊക്കെ. അപ്പം അതിൽ ഫസ്റ്റ് കിട്ടിയൊരു റെസിപ്പിയാണ് ഈ നരിപ്പടം എന്ന് പറയുന്നത്. നരിപ്പടം എനിക്ക് തിന്നാനൊന്നും കിട്ടിയിട്ടില്ല, ഒരു ചെറിയൊരു കഷ്ണേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയത് തന്നെ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അന്ന് തൊട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ്. അപ്പോൾ 2 കൊല്ലത്തിന് ശേഷമെങ്കിലും ഞാനത് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ അത് കുറച്ച് മെനക്കേടുള്ളത് കൊണ്ടാണ് മടിഞ്ഞ് അങ്ങനെ പോയത്. അപ്പം റെസിപ്പീസ് ഒരുപാട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു മോഡലിലല്ല ശരിക്കും ഞാൻ ഉണ്ടാക്കിയത്. കണ്ണൂർ കിച്ചൻ്റെ, ഡിയാൻസ് കിച്ചൻ്റെ ഒക്കെ റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ മോഡൽ, നമ്മൾ കിണ്ണത്തിൽ വീത്തിയതിൻ്റെ ഒരു മോഡൽ, മസാല കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചപ്പം അവരൊക്കെ പറഞ്ഞത് അരി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ ബാറ്റർ നന്നായി എന്താ പറയുക എഗ് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നൊര മാത്രം മുകളിൽ വരുന്ന ആ ഒരു പദം മാത്രം എടുത്തിട്ടാണ് ശരിക്കും ഇത് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് മടിയായി ഉണ്ടാക്കണം എന്നുള്ളത്. കാരണം അത് ബീറ്റ് ചെയ്യണം, അതിൻ്റെ ഒക്കെ പണിയൊക്കെ വിചാരിച്ചിട്ട്, എന്നാലും ഇത് തിന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കി. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് സംസാരിച്ചു പോയി, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പം 1/2 കപ്പ് നേരിയ അരി എടുത്തിട്ടുണ്ട്. അഷ്റഫ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അരിയാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്നങ്ങ് കുതിർത്ത് വെക്കാം. ഒരു 2-3 മണിക്കൂർ സാധാരണ നമ്മൾ അരി കുതിർത്ത് വെക്കുന്നത് പോലെ അങ്ങ് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇനി നെരിപ്പടത്തിന് വേണ്ടിയിട്ടൊരു മസാലയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വേവാനായി വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഓൾറെഡി എല്ലോട് കൂടിയിട്ട് വേവിച്ച് വെച്ച കുറച്ച് ചിക്കൻ ഉണ്ട്. അത് ഞാനിപ്പം ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ എല്ലിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വേവിച്ചതുള്ളത് കൊണ്ട് അതിനെ ഒന്ന് ഉപ്പും മുളകും ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസാക്കി എടുത്ത ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഞാനിപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇട്ടിട്ടില്ല. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ മാത്രം ഇട്ടിട്ട് ഒന്നങ്ങ് മൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് ഓയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി ഫ്രൈ ചെയ്യുമ്പം അങ്ങ് ഭയങ്കര ഹാർഡായിട്ട് ഫ്രൈ ആയി വരും. അങ്ങനെ വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്ന ആ പണ്ടം തന്നെയാണ് ഇതിനും വേണ്ടത്. പിന്നെ കുറച്ച് ഇറച്ചി കൂടുതൽ ഇടണം എന്നേ ഉള്ളൂ, എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അല്ലാതെ ഉള്ളി കൂടുതൽ ഇട്ടിട്ട് അങ്ങനെയും പണ്ടം ഉണ്ടാക്കാം. അപ്പം ഇറച്ചിപ്പത്തലിനായാലും ഇങ്ങനെ ഒരു പണ്ടം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഈ ചിക്കനും ബീഫൊക്കെ ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മൊരിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. എന്നിട്ട് ഇതേ സെയിം പാനിൽ തന്നെ ഒന്ന് ഉള്ളി മാളിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം ചിക്കൻ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് പാനിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പം 2 സവാള കൊത്തിയരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം 2 സവാളയും അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഇപ്പം സവാള നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ പൊടികളൊക്കെ എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ ആ കുത്തൽ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് തന്നെ നമുക്ക് പെട്ടിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ, ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുമ്പം, ഇറാനി പത്തലിന് അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ചിക്കനും കൂടുതലുണ്ട്, അത് പൊരിച്ചെടുത്ത ചിക്കനും കൂടി ആകുമ്പം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പം ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞിട്ട് കുറച്ചങ്ങ് വിതറി കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇടാത്തത്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി അരച്ചെടുക്കാം. അപ്പോൾ അരി ഇപ്പം ഒരു 4 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സി ജാറിലേക്ക് ഈ അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അരിയുടെ കൂടെ തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം അരക്കപ്പ് അരിയാണ് എടുത്തത്. അതിന് കണക്കായിട്ട് അരമുറി തേങ്ങയോളം ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പം തേങ്ങ അല്ല ഇടുന്നത്. അരച്ചതിന് ശേഷം തേങ്ങാപ്പാൽ കട്ടിയായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അരി എന്ന് പറയുമ്പം നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അരക്കുമ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം അരി ഒരുപാട് വെള്ളം ഇട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ അങ്ങനെ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് അരയാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് ഈ അരി അരച്ചെടുത്തത്. അങ്ങനെ അരച്ചിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്കൊരു ചെറിയ കഷ്ണം അങ്ങ് വീണുപോയി, മുട്ടത്തോട് അതെടുത്ത് മാറ്റാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മുട്ട ഈ അരിയിൽ നന്നായി ഒന്ന് മിക്സ് ആവാനായിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഒരുപാട് സമയം മിക്സിയിൽ അടിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ അടിച്ചു വെക്കാം. അങ്ങനെ ഞാനിപ്പം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പം അരക്കപ്പ് തേങ്ങാപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയും അരിയും കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുമ്പം നല്ലൊരു ഫൈൻ ബാറ്ററായിട്ട് കിട്ടും. അങ്ങനെ തേങ്ങാപ്പാലിട്ടിട്ട് നന്നായിട്ട് ഈ അരി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, തേങ്ങാപ്പാലും കൂടെ ചേർന്നതുകൊണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ അരിയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നരിപ്പടം ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് എഗ് ബീറ്റർ കൊണ്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ട് ആ നൊര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു ഈസി മെത്തേഡ് ഇതുവരെ ചെയ്യുന്നത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററിൽ നിന്നും പകുതി ബാറ്ററി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് വെന്ത് വരണം. വെന്ത് വരുമ്പം അതിൻ്റെ മുകളിലായിട്ട് മസാല നിരത്തി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് കണ്ടത്. അപ്പം ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതുപോലെ ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ട് മുകളിൽ നന്നായിട്ട് നൊര വരും, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. കണ്ട ഇതേപോലെ പൊങ്ങി വരും. അപ്പം ഈ നൊര മാത്രം എടുത്തിട്ടാണ് ഈ നരിപ്പടം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഇത് കുറച്ചൊന്നും മെനക്കേടുള്ള പണിയാണ്. ബീറ്റ് ചെയ്യുമ്പം എല്ലായിടത്തും അങ്ങ് തെറിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇത് ബീറ്റ് ചെയ്യാൻ ഒരാൾ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് ആ നൊര വരുമ്പോഴേക്കും ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ 2 ആളുടെ ആവശ്യം ഉണ്ടാവും എന്തായാലും ഈ ഒരു സാധനത്തിന്. അപ്പോൾ അതൊക്കെ മെനക്കേട് വിചാരിച്ചിട്ട് 3-4 തവണ ഞാനിപ്പം വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ എന്തായാലും തിന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ആദ്യം അടിച്ചെടുക്കാം. എന്നിട്ട് അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസിൽ നോൺ സ്റ്റിക്ക് പാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങ് വെക്കണം. പാനിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് വേണം വെക്കാൻ. കണ്ടോ, ഈ നൊരയാണ് എടുത്തിട്ട് നമ്മൾ ആ പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ നൊര വന്നോളും. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്കാണ് നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടുള്ള നൊരയൊക്കെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൻ അവിടെ ചൂടാകാനായിട്ട് ഒരു ഭാഗം വെച്ചിട്ടുണ്ട്. ഇതേപോലെ നൊര എടുക്കാനായിട്ട് ഒരു ഭാഗത്തുനിന്ന് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ സമയത്ത് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം പതിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് നൊര കിട്ടുന്നുണ്ട്.
അപ്പോൾ നൊര കൂടുതലായിട്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ലൂസാകുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൽ നിന്ന് നന്നായിട്ട് നൊര വരാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് നൊര ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. കാണുമ്പോൾ ഇത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇത് ചുരുങ്ങിയിട്ട് അങ്ങ് താണു പോകും. പിന്നെയും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 3-4 തവണ തന്നെ ഇതേപോലെ അടിച്ചെടുത്ത നൊര ഫസ്റ്റത്തെ ലെയറിന്, അതായത് അടിയിലുള്ള ആ ലെയറിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് കുറച്ചായിട്ട് നൊര കിട്ടുന്നതനുസരിച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം കുറച്ച് സമയം എടുത്തിട്ട് കുക്കായി വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അടിയിലൊരു മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ നോൺ സ്റ്റിക്ക് പാത്രം അങ്ങ് അടിയിൽ വെച്ച് കൊടുക്കാം. കാരണം ഓവർ കുക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടി മാത്രം കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ നൊരയും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം അതൊന്ന് കുക്കായതിന് ശേഷം മുകളിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം നൊരയാണെങ്കിലും ഒന്ന് കുക്കായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് അത് ശരിയായോ എന്ന് എന്നോട് പറയുക. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത് അടച്ച് വെക്കണ്ടായിരുന്നു, അടച്ച് വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തു പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. അപ്പം അതവിടെ കുക്കാവുന്ന സമയം ഞാനൊരു നൊരപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് നൂരപ്പത്തിൽ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ പുയ്യാപ്പിള സൽക്കാരത്തിനൊക്കെ പുയ്യാപ്പിളാർക്കൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ് നൂരപ്പത്തിൽ എന്ന് പറഞ്ഞാൽ. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു കല്ല്, നന്നായി ചൂടായി വരുന്ന കല്ലിലേക്ക് ഈ നൊര മാത്രം എടുത്തിട്ട് അങ്ങ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. പരത്തി കൊടുക്കരുത്. പരത്തി കൊടുത്താൽ ആ നൊരയുടെ ആ ഒരു ഷേപ്പൊക്കെ അങ്ങ് മാറും. കണ്ടോ, നൊര അടങ്ങി അടങ്ങി വന്നിട്ട് നേരിയതായി വരുന്നത് കണ്ടോ. ഇതാണ് നൊരപ്പത്തിൽ. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് ടൈമുള്ള വീഡിയോസിലുണ്ടാവും. അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആണ്, എന്നാലും ഉണ്ടാക്കുന്നത് കറക്റ്റാണ്. അതിൽ വോയിസ് ഒന്നും ഇട്ടിട്ടുമില്ല. അത് ഞാൻ തേങ്ങാപ്പാലിന് പകരം ചോറാണ് അന്ന് എടുത്തത്. കുറച്ച് നേരിയരിയും കുറച്ച് ചോറും കൂടെ ഇട്ടിട്ടാണ് ഞാൻ അന്ന് അരച്ചെടുത്തത്. അതും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇതിപ്പം തിരിച്ചിടേണ്ട പണിയൊന്നുമില്ല. ജസ്റ്റ് അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തേക്ക് അപ്പോഴത്തേക്കും ആറി വരും. അപ്പം നമുക്കിത് പാനിൽ നിന്നും നന്നായിട്ട് അങ്ങ് കോരിയെടുക്കാനും പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ നൂരപ്പത്തിൽ. ഇതേപോലെ ആയിട്ടാണ് ഓരോ ലെയറും വരേണ്ടത്. വായിലിട്ടാൽ നല്ല പഞ്ഞി പോലെ അലിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അപ്പോഴേക്കും നമ്മുടെ ഒരു ലെയർ ഇവിടെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ്റെ മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ്റെ മസാല അങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്നങ്ങ് വിടർത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഉണ്ടാക്കിയ മസാല എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലേക്ക് ഒരുപാട് അങ്ങ് ആക്കിയിട്ടില്ല, എന്നാലും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാല കുറച്ചൊന്ന് സ്പൈസി ആവുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അരിയിലേക്കല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി ഇതിൻ്റെ സ്പൈസും മസാലയും എരിവും പുളിയും ഒക്കെ അങ്ങ് വലിച്ചെടുക്കും. ഇനി മസാല വെച്ചതിൻ്റെ മുകളിലായിട്ട് ഇനി ബാക്കിയുള്ള ലെയറിൽ നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വീണ്ടും നൊര ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ഞാനിപ്പം ഒരു 4-5 തവണ ഇതേപോലെ വീണ്ടും നൊര അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് വിട്ട് വരും. അതിൻ്റെ ആ ഒരു ടെൻഷൻ വേണ്ട, വിട്ട് വരുമോ എന്നുള്ള ടെൻഷൻ വേണ്ട, വിട്ട് വരുന്നുണ്ട്. ഓരോ തവണ നമ്മൾ ഇതിലേക്ക് നൊര ഒഴിച്ചു കൊടുക്കുമ്പോഴും ആദ്യം ഒഴിച്ച നൊരയൊക്കെ ഇങ്ങനെ അടങ്ങിയിട്ട് അതൊന്ന് കുക്കായി വരും. ഇപ്പോൾ കണ്ടോ, ഇത് മുഴുവനായിട്ടും എല്ലാം കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ അങ്ങ് ഈ ബീറ്റ് ചെയ്തത് അങ്ങ് തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെനക്കേട് എന്ന് പറയുന്നത്. ബീറ്റ് ചെയ്തെടുക്കുക, പിന്നെ അത് പെട്ടെന്ന് തന്നെ ആ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെനക്കേട്. പണ്ടുള്ളവരിതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഇതെങ്ങനെ ബീറ്റ് ചെയ്തിട്ട് നൊര മാത്രം എടുത്തു നൊരപ്പത്തിൽ നിന്നുള്ളത് അന്ന് ഇന്നും ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടാത്തൊരു സംഗതിയാണ്. അപ്പം ഇതിപ്പോൾ ഒരു 3-4 തവണ ഞാനിപ്പം മസാല ഇട്ടതിന് ശേഷം നൊര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതേപോലെ കുറച്ചുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ നൊര ഇടുന്നതിനനുസരിച്ചിട്ട് അതങ്ങ് അടിയിലോട്ട് താണിട്ട് അങ്ങ് ചുരുങ്ങി പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 തവണയെങ്കിലും നമ്മളിങ്ങനെ നൊര മാത്രം എടുത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നൊരയാക്കി എടുക്കുമ്പം കുറച്ചൊരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെയും നന്നായിട്ട് നൊര വരും. അങ്ങനെയാണ് നൊര ഇതിൽ നിന്നും കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്നും നമ്മൾ നൊര മാത്രമേ എടുക്കാവൂ. ഇതിൽ അടിയിൽ വരുന്ന ആ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോഴാണ് പകുതി നൊരയും പകുതി വെള്ളവും ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൊരയുടെ ഇടയിൽ വെള്ളം ഉണ്ടാകുമ്പം അത് കുക്കായി കിട്ടാൻ കുറേ സമയമെടുക്കും. പിന്നെ അത് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് ആ നൊരയൊക്കെ അങ്ങ് വെള്ളം പോലെ ആയി വരും.
അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. നൊരയാണെങ്കിലും അതൊന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പം അടച്ച് വെക്കുന്നത് എങ്ങനെയാണ് അടച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ മൂടി ഒരു തുണിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ അടച്ച് വെക്കാം. അതല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ ഇതിന് മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് അങ്ങനെയും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈർപ്പം ഇറങ്ങിയിട്ട് നൊരയൊക്കെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കും അതുതന്നെയാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ അടച്ച് വെച്ചപ്പം അതിലേക്ക് ഈർപ്പം ഇറങ്ങിയിട്ട് ആ ഒരു നൊരയൊക്കെ അങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. പിന്നെ അത് കുറച്ചൊന്ന് ആറി വരാൻ കുറച്ചധികം സമയം എടുക്കേണ്ടി വന്നു. അപ്പം ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പം അടച്ച് വെക്കുന്ന നേരത്ത് അതിന് മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് എന്നല്ല, ഏത് പോളയായാലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഡയറക്റ്റായിട്ട് ആ ഈർപ്പം അതിലേക്ക് വെള്ളം ഇറ്റിയിട്ട് അതില്ലാണ്ടായി പോകണ്ട. അങ്ങനെ നെരിപ്പട ഇപ്പം ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി മുകൾ ഭാഗം കണ്ടോ, ജസ്റ്റ് ഒന്ന് ആറേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്കതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യമായിട്ടാണെങ്കിലും നരിപ്പടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നരിപ്പടം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. അപ്പം നരിയുടെ ആ ഒരു തോലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോലെ തന്നെയാണ് ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. പിന്നെ ഇത് കുറച്ചൊന്നും മെനക്കെട്ടിട്ട് ഉണ്ടാക്കേണ്ട ഒന്നാണ്. നമുക്ക് തിന്നാൻ ഇഷ്ടമുണ്ടെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൻ. താങ്ക് യു.